പിന്നെ ഇന്ന് കിഡിലിനൊരു ഗ്രീൻ പീസ് എഗ് മസാലയാണ്. തട്ടുകട സ്പെഷ്യൽ ആയിട്ടാണ്. 2 കോഴിമുട്ട എടുത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തൊന്ന് കലക്കി വെക്കാം. 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് ആണ്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുത്ത് വെക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, സവാള, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കറിവേപ്പില ചേർക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നീ പൊടികളാണ് ചേർക്കുന്നത് കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചെറുതാക്കി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്രീൻ പീസ് എഗ് മസാല വൈകുന്നേരം ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എരിവ് ഇനിയും ആവശ്യമാണെങ്കിൽ അതിലേക്ക് എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് അത്യാവശ്യം എരിവുണ്ടാവുക. കൂടാതെ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുട്ട ഉടച്ചു വെച്ചതോടെ ചേർത്തൊന്ന് ചൂട് തീയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തോളൂ. ശേഷം നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കാം കേട്ടോ. നമ്മുടെ തട്ടുകട സ്പെഷ്യൽ ചൂട് ഗ്രീൻ പീസ് എഗ് മസാല. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കൂടെ തൂവി കൊടുക്കാം. സവാള കട്ട് ചെയ്തതും മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ചെറുനാരങ്ങ നീര് കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം.